ഹായ് വെൽക്കം ടു റിനിഷ CS Edu വേൾഡ്. നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ഒരു ഹാഷിംഗ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഹാഷ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഹാഷിംഗ് നടത്തുമ്പോഴത്തേന് ഒരു പ്രോബ്ലം വരുന്ന കൊളീഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് ഒരു കൊളീഷൻ, ആ കൊളീഷനെ എങ്ങനെ റിസോൾവ് ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇതിനകത്ത് പഠിക്കുന്നത്. വാട്ട് ഇസ് മീൻ ബൈ കൊളീഷൻ ആൻഡ് ഹൗ ടു റിസോൾവ് ദ കൊളീഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണ് ഹാഷിംഗ് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഹാഷിംഗ് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് വാല്യൂ ആണ്. ആ ലാർജ് വാല്യൂവിനെ നമ്മളൊരു സ്മോൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹാഷിങ്ങിൻ്റെ അകത്ത് എന്താ ചെയ്തത്? ഈ ലാർജ് വാല്യൂവിൻ്റെ അരികിൽ നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമുക്കൊരു സ്മോൾ വാല്യൂ ആയിരിക്കും. അതിനെ എന്ത് ചെയ്യും? ആ ഒരു ടേബിളിൻ്റെ അകത്ത് നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്യും അല്ലെ. അതിനെ ബക്കറ്റ് എന്ന് പറയുമെന്ന് പറഞ്ഞു. കൊളീഷൻ നമുക്ക് വരുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഹാഷ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു വാല്യൂവിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്തു. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 2 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടിയെന്നിരിക്കട്ടെ. 2-ലാണ് നമ്മൾ കൊണ്ട് വെക്കേണ്ടത്. ഇനി അടുത്ത ഒരു നമ്പർ എടുത്തു, അതിൻ്റെ അകത്തും ഈ ഹാഷ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൊളീഷനാണ്. ആ സെയിം ലൊക്കേഷനിൽ വേറെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനെ റിസോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കൊളീഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ കൊളീഷൻ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാഷ് ടേബിളിൻ്റെ അത് 23, 13, 21, 14, 7, 8, 15 ഈ ഒരു ഓർഡറിൽ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഹാഷ് ടേബിളിൻ്റെ സൈസ് 7 ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നമ്പർ, അതായത് കീ എന്ന് പറഞ്ഞേക്കുന്നത് ഇൻസേർട്ട് ചെയ്യുന്ന നമ്പറാണ് മോഡ് 7. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 23 ആണ് എടുക്കുന്നത്. അപ്പോൾ 23 മോഡ് 7 എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 എന്ന് കിട്ടും. മോഡ് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? റിമൈൻഡർ ആണ്. ഓക്കെ, അപ്പം 23 മോഡ് 7 എന്ന് പറയുന്നത് 2 കിട്ടി. ഇനി നമ്മൾ 13 എടുത്തു. 13 മോഡ് 7 എടുത്തു. 13 മോഡ് 7 6 എന്ന് കിട്ടും. നെക്സ്റ്റ് 21 എടുത്തു. 21ൻ്റെ അത് 21 മോഡ് 7 0. നെക്സ്റ്റ് 14 എടുത്തു. 14 മോഡ് 7 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ 0 എന്ന് പറയുന്നത് ഓൾറെഡി ആ 0 എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അകത്ത് ഏത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? 21 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ഇനി ഈ 0 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് 14 കൊണ്ട് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റില്ല. അതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അടുത്തൊന്ന് പറയുമ്പോൾ ഇപ്പോൾ 7 എടുക്കുവാണെങ്കിൽ 7 മോഡ് 7 എത്ര കിട്ടും? 0. ഈ കേസിൽ എന്താണ്? കൊളീഷൻ. ഇപ്പം 8 എടുക്കുവാണെങ്കിൽ 8 മോഡ് 7 1. ആ 1 എന്ന് പറഞ്ഞ പ്ലേസിൽ 8നെ കൊണ്ട് വെച്ചു. ഇനിയും 50 മോഡ് 7 എടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1 എന്ന് പറഞ്ഞ പ്ലേസിൽ ഓൾറെഡി എന്താണ്? 8 ഒക്യുപ്പൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 15നെ കൊണ്ട് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണെങ്കിൽ ആ ഒരു പ്ലേസ് നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അതിനാണ് എന്ത് പറയുന്നത്? കൊളീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താ കൊളീഷൻ എന്നുള്ളത്? ഓക്കെ, സാധാരണ നമ്മൾ കൊളൈഡ് ചെയ്യുക, ഇടിക്കുക അല്ലേ എന്ന് പറഞ്ഞ് ഓൾറെഡി പ്ലേസിൻ്റെ അകത്ത് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യും? അവിടെ കൊളീഷൻ നടക്കും, ഇടി നടക്കും അല്ലേ. ഓക്കെ, അതിനെയാണ് അതെങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹാഷിംഗ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. കൂടാതെ ക്ലോസ്ഡ് ഹാഷിംഗ് ഉണ്ട്. കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് 2 ടെക്നിക്കാണുള്ളത്. ഓപ്പൺ ഹാഷിങ്ങും ക്ലോസ്ഡ് ഹാഷിങ്ങും. ഓപ്പൺ ഹാഷിങ്ങിൻ്റെ അത് യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയിനിങ് ആണ്. ക്ലോസ്ഡ് ഹാഷിംഗ് അല്ലെങ്കിൽ ഓപ്പൺ അഡ്രസ്സിങ്ങിൻ്റെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡാണ്. ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്. ഈ 3 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായി. കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് 2 എണ്ണമാണ്. ഓപ്പൺ ഹാഷിംഗ്, ക്ലോസ്ഡ്. ഓപ്പൺ ഹാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയിനിങ് ആണ്. ക്ലോസ്ഡ് ഹാഷിങ്ങിൻ്റെ അത് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ഹാഷിംഗ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ലിസ്റ്റ് ഓഫ് എലിമെന്റിനെ സ്റ്റോർ ചെയ്യുവാണ് ഒരു സെയിം കീയിൽ. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒന്നിൽ കൂടുതൽ എലിമെന്റിനെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് എന്ന് പറഞ്ഞെങ്കിൽ ഈ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയുന്നത് സിമ്പിളാണ്. പക്ഷേങ്കിൽ എന്ത് വേണം, അതിന് അഡീഷണൽ മെമ്മറി ആവശ്യമുണ്ട്. ഓക്കെ, ടേബിളിന് പുറത്ത്, ടേബിളിൻ്റെ അകത്താണ് ഇത്ര നേരം സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്, ആ ടേബിളിന് പുറത്ത് എന്ത് വേണം, അഡീഷണൽ മെമ്മറി നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ലെറ്റ് us consider the simple hash function key mode 7. കീ എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്പർ ആണ്. ആൻഡ് the sequence of keys as 50, 700, 76, 85, 92, 73 and 101. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതിപ്പം 7 ആണ് ഇതിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ ഈ 7 0 to 7 ആണ് ഇതിൻ്റെ എടുത്തിട്ടുണ്ട്, ഒരു അരേ പോലെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 50 ആണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, 50 എടുക്കും, 50 മോഡ് 7 എടുക്കും. 50 മോഡ് 7 ഈസ് 1. അപ്പം 1 എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അകത്ത് എന്തിനെ കൊണ്ട് വെക്കും, 50യെ കൊണ്ട് വെച്ചു. നെക്സ്റ്റ് എടുക്കുന്നത് 700 ആണ്. അപ്പോൾ 700 മോഡ് 7 എന്ന് പറയുമ്പോൾ 0 ആണ്. ആ 700നെ എന്ത് ചെയ്തു, 0യ്ക്ക് അത് കൊണ്ടുവച്ചു. നെക്സ്റ്റ് 76 ആണ്, 76. നെക്സ്റ്റ് 76 ആണ്. അപ്പോൾ 76 മോഡ് 7 എന്ന് പറയുന്നത് 6 കിട്ടും. ആ 6 എന്ന് പറഞ്ഞ പ്ലേസിൽ 76നെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് 85 ആണ്. 85 വന്നു കഴിയുമ്പോൾ 85 മോഡ് 7. 85 മോഡ് 7 എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ഓൾറെഡി 50 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ലിങ്ക് ലിസ്റ്റ് പോലാണ്, അടുത്ത ഒരു ലിസ്റ്റിലൂടെ ഒരു പോയിന്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ 85നെ ഇത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി 92. നെക്സ്റ്റ് 92 ആണ്. 92 മോഡ് 7 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, 1 എന്ന് പറഞ്ഞ പ്ലേസ് ഓൾറെഡി 50 ഉണ്ട്, 85 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഒരു ലിങ്ക് ലിസ്റ്റ് പോലെ എന്ത് ചെയ്യും, അടുത്ത മെമ്മറിയിലേക്ക് 92നെ കൊണ്ട് സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് 73 വരുമ്പോഴത്തേന് എന്ത് വരും, 73 മോഡ് 7 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് 3 എന്ന് കിട്ടും. ആ 3 എന്ന് പറഞ്ഞ പ്ലേസിൽ 73യെ കൊണ്ട് വെച്ചു. നെക്സ്റ്റ് 101 ആണ്. 101 മോഡ് 7 അത് 3 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 73യുടെ ആ സെയിം ഇതിൽ ഒരു ആരോ ഇട്ട്, അതായത് ലിങ്ക് ലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, 101നെയും സ്റ്റോർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇതൊരു സെപ്പറേറ്റ് ചെയിനിങ് എന്നാണ്. ഇത് സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അടുത്തതിനെ കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ്. നമ്മൾ ഓപ്പൺ ഹാഷിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ക്ലോസ്ഡ് ഹാഷിംഗ്? ക്ലോസ്ഡ് ഹാഷിങ്ങിനകത്ത്, ഓപ്പൺ ഹാഷിങ്ങിനകത്ത് എന്താ പറയുക, ലിസ്റ്റ് ആയിട്ട് നമ്മൾ അടുത്തതിനെ ആ സെയിം ലൊക്കേഷനിൽ തന്നെ സ്റ്റോർ ചെയ്യുവാണ്. ഇവിടെ അങ്ങനെയല്ല. ക്ലോസ്ഡ് ഹാഷിങ്ങിൻ്റെ അകത്ത് സെപ്പറേറ്റ് ലിസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ കൊളീഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എവിടെയാണോ ഫ്രീ എംപ്റ്റി ആയിട്ടുള്ള ബക്കറ്റ് ഉള്ളത് അവിടേക്ക് എന്ത് ചെയ്യും, ഇതിനെ കൊണ്ടുവെക്കും. മനസ്സിലായോ? കൊളീഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓൾട്ടർനേറ്റ് സെല്ല്, ഫ്രീ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് സെല്ല് ഏതാണോ അവിടെ അതിൻ്റെ അകത്ത് കൊണ്ട് എലിമെൻറ്റിനെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്, ക്ലോസ്ഡ് ഹാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡാണ് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. ഈ 3 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലോസ്ഡ് ഹാഷിങ്ങിൻ്റെ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലീനിയർ പ്രോബിംഗ് എന്താണ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആൻഡ് ഡബിൾ ഹാഷിംഗ്. ഫസ്റ്റ് ലീനിയർ പ്രോബിംഗ്. ലീനിയർ പ്രോബിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഫിക്സഡ് ഹാഷ് ടേബിൾ ആയിരിക്കും. ഇപ്പോൾ 7 ആണ് സൈസ് എന്നുണ്ടെങ്കിൽ ആ 7 വരത്തുള്ളൂ. അപ്പോൾ ഒരു കൊളീഷൻ വരുവാണെങ്കിൽ അടുത്ത എവിടാണോ വേക്കൻ്റ് ആയിട്ടുള്ളത് ആ നെക്സ്റ്റ് എംപ്റ്റി സ്ലോട്ടിലേക്ക് അടുത്ത എലിമെന്റിനെ കൊണ്ടുവെക്കും. അതാണ് ലീനിയർ പ്രോബിംഗ്. ഓക്കെ, എവിടെയാണോ ഇപ്പോൾ ഒരു കൊളീഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തത് എവിടാണോ ഫ്രീ ആയിട്ട് വരുന്നത് ആ ഒരു ലൊക്കേഷൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവെക്കും. അത് സൈക്ലിക് മാനറിലായിരിക്കും അത് കൊണ്ടുവെക്കുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പം ഇവിടെ തന്നെ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 50, 700, 76, 85, 92, 73 ആൻഡ് 101. ആദ്യം 7 കീ മോഡ് 7 എടുക്കും.
ആദ്യത്തെ നമ്പർ ഏതാ 50 ആണ്. അപ്പോൾ 50 mod 7 എന്ന് പറയുമ്പം 1 കിട്ടും. ആ 1 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 50 കൊണ്ട് വെച്ചു. അടുത്തത് നമ്മൾ നോക്കുന്നത് 700 ആണ്. 700 mod 7 എടുക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 700 കൊണ്ടുവച്ചു. നെക്സ്റ്റ് 76. 76 mod 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 6. 6 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 76 കൊണ്ടുവച്ചു. നെക്സ്റ്റ് ഈസ് 85. 85 mod 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. 1 ആയി കഴിയുമ്പം അവിടെ കൊളീഷൻ വന്നു. കൊളീഷൻ വന്നാൽ എന്ത് ചെയ്യണം? അത് കൊളീഷൻ വരുന്ന ഈ 1ൽ ഓൾറെഡി 50 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് അവൈലബിൾ സ്പേസ് ഏതാണോ അവിടെ കൊണ്ടുവെക്കുക. നെക്സ്റ്റ് അവൈലബിൾ എന്ന് പറയുമ്പം ഈ ഹാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +1. ഓക്കെ, ഹാഷ് അപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടി. 1 + 1 2 ആണ് നെക്സ്റ്റ് അവൈലബിൾ. അവിടെ ഫ്രീ ആണോ നോക്കുക. ഫ്രീ ആണ്, അവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, നെക്സ്റ്റ് 92. 92 വരുമ്പോഴത്തേന് 92 mod 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 92 mod 7. 92 mod 7 എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ, പക്ഷെ ഓൾറെഡി 50 അവിടെ അലോട്ടഡ് ആണ്. അപ്പം അവിടെ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റില്ല. അപ്പം അടുത്തത് എന്ത് ചെയ്യും? 1 ആണ് നമുക്ക് കിട്ടിയത്. അടുത്ത അവൈലബിൾ സ്പേസ്, അടുത്ത സ്പേസ് ഏതാ? 2 ആ. 2 എടുക്കുമ്പോൾ 2ലും ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല. അടുത്ത സ്ലോട്ട് എടുക്കും. ഫ്രീ ആണോ നോക്കും. യെസ് അല്ലേ, ഇവിടുത്തെ സ്ലോട്ട് ഫ്രീ ആയി. 85 കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീ സ്പേസ് അടുത്തതിനകത്ത് 3 കൊണ്ടുവെക്കും. ഓക്കെ, നെക്സ്റ്റ് 73 ആണ്. 73 ആയി കഴിയുമ്പം 73 mod 73 mod 7. ഓക്കെ, 73 mod 7 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 3ക്കകത്ത് ഓൾറെഡി നമ്മളിവിടെ എന്താണ് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് അവൈലബിൾ 3 കഴിഞ്ഞിട്ട് അടുത്തത് അവൈലബിൾ ആണോ ഫ്രീ ആണോ നോക്കും. യെസ് ആണെങ്കിൽ 73 അവിടെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് 101 ആണ്. 101 mod 7 എന്ന് നോക്കും. 101 mod 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 3. 3ക്കകത്ത് ഓൾറെഡി 92 ഉണ്ട്. അവിടെ വെക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അവൈലബിൾ നോക്കും. 73 ഓൾറെഡി ഉണ്ട്, അത് പറ്റില്ല. നെക്സ്റ്റ് ഫ്രീ ആയിട്ടുള്ളത് 5ലാണ്. അവിടെ കൊണ്ട് 101നെ വെക്കും. ഇങ്ങനെയാണ് നമ്മൾ എലിമെന്റിനെ കൊണ്ട് വെക്കുന്നത്. ഇറ്റ് ഈസ് ലീനിയർ പ്രോബിങ്ങിനകത്ത്. ഇനിയും അപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിയുമ്പം നെക്സ്റ്റ് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് മോഡ് അപ്ലൈ ചെയ്യുക. മോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അവൈലബിൾ സ്പേസ് എവിടെയാണോ അവിടെ കൊണ്ട് കൊളീഷൻ വന്നാൽ നെക്സ്റ്റ് അവൈലബിൾ സ്പേസ് എവിടെയാണോ അവിടെ കൊണ്ട് വെക്കുക. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ആണ്. എങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം ഹാഷ് അപ്ലൈ ചെയ്തിട്ട് ആ കൊളീഷൻ വരുവാണെന്ന് വിചാരിക്കുക. കൊളീഷൻ വരുവാണെങ്കിൽ അടുത്തത് ഹാഷ് അപ്ലൈ ചെയ്ത വാല്യൂ ഉണ്ട് +1 × 1 മോഡ് കീ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതാണ്? സെയിം ഇത് ഇവിടെ അപ്ലൈ ചെയ്യും. 1 × 1 മോഡ് എസ് കൊടുക്കും. ഇവിടെ കൊളീഷൻ വരുവാണെങ്കിൽ ഈ ഹാഷ് ഫംഗ്ഷൻ്റെ കൂടെ 2 × 2 മോഡ് എസ് എടുക്കും. ഓക്കെ, അങ്ങനെ എംപ്റ്റി സ്പേസ് എവിടാണോ വരുന്നത് അവിടെ കൊണ്ട് നമ്മൾ ഇതിനെ വെക്കും. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിക്കാണ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ്. ഇപ്പം ഇവിടുത്തെ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ് ആദ്യം വരുന്നത്. അപ്പം 50 mod 7 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അത് കൊളീഷനിൽ അതിനെ അതുപോലെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് 700 ആണ്. 700 mod 7 എടുക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അകത്ത് അതിനെ കൊണ്ടുവച്ചു. ഓക്കെ, 700നെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് ഈസ് 76 mod 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അത് 6 എന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അകത്ത് 76നെ കൊണ്ടുവച്ചു. നെക്സ്റ്റ് 85 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം 85 mod 7 എടുത്തു. അപ്പം എന്ത് ചെയ്ത് കിട്ടി? 1 എന്ന് കിട്ടി. കൊളീഷനാണ്. കൊളീഷൻ വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ ഹാഷ് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ലേ? ഓക്കെ, 85 mod 7 1 എന്ന് കിട്ടി. ആ 1 പ്ലസ് ഇനി ഓരോ ലൊക്കേഷൻ നോക്കുവാണ്. 1 × 1. ഓക്കെ, ആ ഫസ്റ്റ് ലൊക്കേഷൻ ഫ്രീ ആണോ നോക്കുവാണ്.
അപ്പം 1 പ്ലസ് 1 ഇൻറ്റു 1 മോഡ് 7 എന്നാ എടുക്കുക. അപ്പം ഇവിടെ എന്ത് കിട്ടും? 1 പ്ലസ് 1 2 എന്ന് കിട്ടി. 2 മോഡ് 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഫ്രീ ആണോ നോക്കി. എസ്. അങ്ങനെയാണെങ്കിൽ 85 അവിടെ കൊണ്ട് വെച്ചു. നെക്സ്റ്റ് 92. നെക്സ്റ്റ് 92 നോക്കുമ്പോൾ 92 മോഡ് 7 നോക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ എന്ത് വന്നു? കൊളീഷൻ വന്നു. കൊളീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം 1 എന്ന് പറയുന്നത് ഹാഷ് അപ്ലൈ ചെയ്തുമ്പോൾ കിട്ടിയ വാല്യൂ 1 പ്ലസ് ഇത് പൊസിഷൻ ആണ്. 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 1 തന്നെ കിട്ടി. അപ്പം 1 പ്ലസ് 1 2 മോഡ് 7. 2 മോഡ് 7 ഈസ് ഈക്വൽ ടു 2. ആ 2 എന്ന് പറഞ്ഞ് ഫ്രീ ആണോ നോക്കും. അല്ല. കൊളീഷൻ വന്നാൽ അടുത്ത് നോക്കും. 1 എന്ന് പറയുന്ന ഹാഷ് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 1 പ്ലസ് അടുത്ത പൊസിഷനാണ് 2. 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 വരും. 4 പ്ലസ് 1 5. 5 മോഡ് 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 5. 5 വേക്കൻ്റ് ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ 92നെ 5ൻ്റെ അകത്ത് കൊണ്ടുവെക്കും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് 73 ആണ്. 73 മോഡ് 7 നോക്കും. 73 മോഡ് 7 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്ന് പറയുന്ന പൊസിഷൻ ഫ്രീ ആയിരുന്നു. ആ പൊസിഷൻ്റെ അകത്ത് 73 കൊണ്ടുവച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 101 ആണ്. 101 നോക്കി കഴിയുമ്പം ഇനി ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ 101നെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. കൊളീഷൻ വരും. എന്നപ്പോഴത്തേനും അടുത്ത ഈ ഒരു സെയിം മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവെക്കും. ദിസ് ഈസ് ദ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. മനസ്സിലായി? അപ്പം ഇവിടെ ഈ ലീനിയർ പ്രോബിങ്ങിനെ അപേക്ഷിച്ചിട്ട് കൊളീഷൻ കുറവായിരുന്നു. കമ്പയർ ടു ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിൻ്റെ അത് കൊളീഷൻ കുറവാണ്. നെക്സ്റ്റ് ഇസ് ഡബിൾ ഹാഷിംഗ്. ഡബിൾ ഹാഷിങ്ങിൻ്റെ അത് നമ്മൾ ആദ്യം ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഹാഷിംഗ് കൂടെ ചെയ്യും. അതിനെയാണ് ഡബിൾ ഹാഷിംഗ് എന്ന് പറയുന്നത്. ഡബിൾ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക കൊളീഷൻ വന്നാൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 76 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 76 മോഡ് 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 6 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് വേക്കൻ്റ് ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 6 എന്ന് പറഞ്ഞ പൊസിഷൻ്റെ അകത്ത് 76നെ കൊണ്ടുവെക്കും. നെക്സ്റ്റ് 93 മോഡ് 7. 93 മോഡ് 7 എത്ര? 2 ഫ്രീ ആണോ നോക്കും. ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷൻ്റെ അകത്ത് 93 കൊണ്ടുവച്ചു. നെക്സ്റ്റ് 40 ആണ്. 40 ഇൻസേർട്ട് ചെയ്യണം. 40 ഇൻസേർട്ട് ചെയ്യാനായിട്ട് 40 മോഡ് 7 നമ്മൾ നോക്കും. 40 മോഡ് 7 എടുക്കുമ്പോൾ 5 ആണ്. 5 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഫ്രീ ആണ്. അതുകൊണ്ട് 40യെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. നെക്സ്റ്റ് 47 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 47 മോഡ് 7 എടുത്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 5. 5ൻ്റെ അകത്ത് ഓൾറെഡി അലോട്ടഡ് ആണ്. ഓൾറെഡി അലോട്ടഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇതാണ് 5 അടുത്ത ഹാഷ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അടുത്ത ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഹാഷ് ഫംഗ്ഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പം 5 മൈനസ് കീ മോഡ് 5 എന്നാണ് ആ ഹാഷ് ഫംഗ്ഷൻ്റെ പേര്. ആ ഹാഷ് ഫംഗ്ഷൻ എന്താണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്? 5 മൈനസ് കീ മോഡ് 5. അപ്പം 5 എന്ന് പറയുന്ന എടുത്തു. 5 മൈനസ് കീ എന്ന് പറയുന്നത് ഇവിടുത്തെ 47 ആണ്. അപ്പം 47 മോഡ് 5. ഓക്കെ. അപ്പം 5 മൈനസ് 47 മോഡ് 5 എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ആയിരുന്നു നമ്മൾ വെക്കേണ്ടിയിരുന്നത്. അവിടെ നിന്ന് 3 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം ഈ 47നെ വെക്കാൻ. അപ്പോൾ 40 കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലേസ് ഇതാണ്. ഓക്കെ. ഈ 5 കഴിഞ്ഞിട്ട് അടുത്ത പ്ലേസ് ഏതാ? ഇതാണ്. പിന്നെ ഇതാണ്. പിന്നെ ഇതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വരും. ഓക്കെ. 5ലായിരുന്നു വെക്കേണ്ടിയിരുന്നത്. പക്ഷെ 5 വേക്കൻ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പം ഈ നേരത്തെ എത്ര ആണോ കിട്ടിയ അവിടെ നിന്ന് 3 പ്ലേസ് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 6 കഴിഞ്ഞാൽ 7 ഇല്ല. അതുകൊണ്ട് 0 വരും. 1. അപ്പോൾ 47 എവിടെ ഇൻസേർട്ട് ചെയ്തു? ഫസ്റ്റ് ലൊക്കേഷനിൽ ഇൻസേർട്ട് ചെയ്തു. ഇനിയും ഇൻസേർട്ട് 10 ആണെങ്കിൽ 10 മോഡ് 7 എടുത്തു. 10 മോഡ് 7 എത്ര കിട്ടി? 3 കിട്ടി. 3 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ 10നെ ഡയറക്റ്റ്ലി ഇൻസേർട്ട് ചെയ്തു.
ഇനി 55 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 55 mod 7 എടുത്തു, ഇറ്റ് ഈസ് ഈക്വൽ ടു 6. ഓൾറെഡി ഇവിടെ 76 ഉണ്ട്, ഫീൽഡ് ആണ്, വേക്കൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. എന്താണ്? 5 മൈനസ് കീ മോഡ് 5 എന്നാണ് നമ്മൾ എടുക്കാൻ പറയുന്നത്. ഇപ്പം 5 മൈനസ് 55 mod 5. 55 mod 5 ഈസ് 0. അപ്പം 5 മൈനസ് 0 5 എന്ന് കിട്ടി. ഈ 6ൻ്റെ അകത്തു നിന്ന് 5th പ്ലേസ് വേക്കൻ്റ് ആണോ നോക്കണം. 6 ആയിരുന്നു ഇത്, അത് കണ്ട് ഇവിടെ നോക്കണ്ടേ. 1 2 3 4 5 കണ്ടേ, ഈ ഒരു പൊസിഷൻ വേക്കൻ്റ് ആണോ നോക്കും. ആ വേക്കൻ്റ് പ്ലേസിൽ അതിനെ കൊണ്ട് വെക്കും. മനസ്സിലായോ? അപ്പം ഡബിൾ ഹാഷിംഗ് ആണ്. ആദ്യം ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കൊളീഷൻ വന്നാൽ അടുത്ത് അപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യണം? നേരത്തെ അകത്തുനിന്ന് അത്രയും പ്ലേസസ് മാറ്റി ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഡബിൾ. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് ഒരു കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ ടെക്നിക്സ് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.